നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് എത്ര റിസ്ക് എടുത്തിട്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഗംഗ എവിടെ എത്തിച്ചത്? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ? അന്ന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പൊ അതല്ല സിറ്റുവേഷൻ. എവിടെ നിന്നോ വന്ന ഒരുത്തൻ ഗംഗയെ സ്വന്തമാക്കാൻ പോവുകയാണ്. അവനാണെങ്കിൽ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുന്നുമുണ്ട്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഗംഗയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചതും നടത്തുന്നതും ഒന്നും ഞാനല്ല. അതിനെല്ലാം അവളുടെ മുത്തശ്ശിയുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് കയറി ഇടപെടാനോ അഭിപ്രായം പറയാനോ സാധിക്കില്ല. ഇനി നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവളുടെ മുത്തശ്ശിയോട് സംസാരിക്കായിരുന്നല്ലോ. ഇപ്പോഴും വൈകിട്ടില്ല. നിശ്ചയം കഴിഞ്ഞെങ്കിലും നമ്മളിവിടുന്ന് കാര്യമായിട്ട് പറഞ്ഞ ഒരുപക്ഷെ മുത്തശ്ശി സമ്മതിച്ചേക്കും. അങ്കിളിന്റെ കൂട്ടുകാരനായിരുന്നല്ലോ ഗംഗയുടെ അച്ഛൻ. അങ്കിളിനെ കൊണ്ട് പറയിപ്പിച്ച മുത്തശ്ശിക്ക് പറ്റില്ലെന്ന് പെട്ടെന്നങ്ങ് പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാ എന്റെ മനസ്സിൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ സഹായം ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ശ്രേയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഗംഗയോട് ഒരു മോഹം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു മണ്ടനല്ല. അവളെ കല്യാണം കഴിച്ച എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവോ? അവളാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിലുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു പെണ്ണാണ്. സ്വന്തമായി സൗന്ദര്യം മാത്രമല്ലാതെ അവൾക്ക് മറ്റൊന്നുമില്ല. ഞാൻ അവളെ കല്യാണം കഴിച്ച ഇപ്പോ ഉള്ള എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതെല്ലാം പറയുന്നത് നീ തന്നെയല്ലേ? എന്നെ കൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഒരു പെണ്ണായിട്ട് കൂടി ഞാൻ ചെയ്തു തന്നു. അതെ, നീ അത് വെറുതെ ചെയ്തു തന്നെയൊന്നും അല്ലല്ലോ. മാളൂനെ നിനക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് ഞാനും പറഞ്ഞതല്ലേ? അതെ, അന്ന് അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ അവസ്ഥ അതല്ല. ഇപ്പൊ എനിക്ക് മാളു ഇവിടെ വേണം. മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടാന്ന് സമ്മതിച്ചിരിക്കുന്നത് മാളുവിന് വേണ്ടിട്ടാ. വിവാഹം കഴിയും മുമ്പ് മാളു ഇവിടുന്ന് പോയാ പിന്നെ മഹേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് എന്റെ വിവാഹം കഴിയുന്നത് വരെ നീ മാളുവിന് ഒന്നും ചെയ്യരുത്. നിനക്ക് നിന്റെ കാര്യം വലുതാണെങ്കിൽ എനിക്ക് എന്റെ കാര്യവും വലുതാണ്. മാളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തൊന്നും പറയാത്തത്? നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷെ ഗംഗയുടെ വിവാഹത്തിന് മുമ്പ് എന്റെ ആഗ്രഹം നടക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ ശ്രമിക്കാന്നല്ലാതെ എന്തു പറയാന്? എത്ര അവസരം നിനക്ക് കിട്ടി? നീ അതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാ എനിക്കെന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? ഞാൻ ശ്രമിക്കാനിട്ടല്ലോ. അവസരം ഒത്തുവന്ന് ഞാൻ ഗംഗയെ സമീപിക്കാൻ നോക്കുമ്പോഴെല്ലാം അവളെ രക്ഷിക്കാൻ ഏതോ ഒരു അജ്ഞാത ശക്തി വരും. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവള് പ്രാർത്ഥിക്കുന്ന ശ്രീ മഹേശ്വരനാണോ അവളുടെ രക്ഷയ്ക്കായി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെനിക്കുറപ്പാ. ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ നീ അതറിഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാരും അതറിയും. ഗൗരിയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് മഹേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും ഗൗരി ഒഴിപ്പിക്കാൻ മഹേട്ടൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു മറുപടി പറ ശ്രേയ. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്ക് ഇനി അവസരങ്ങൾ വരും. അധികം മദ്യം കഴിക്കാതെ നീ ഗംഗയൊന്ന് സമീപിച്ചു നോക്ക്. അപ്പോ നിന്റെ പല തോന്നലുകളും ഇല്ലാതാവും. ഞാൻ പറഞ്ഞതൊന്നും മദ്യത്തിന്റെ പുറത്തുണ്ടായ തോന്നലുകളല്ല. അതെന്താ നീ മനസ്സിലാക്കാത്തെ? ഓക്കെ ഐ അഗ്രീഡ്. നീ ടെൻഷൻ ആവണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം. പോരെ? ഓക്കെ, അത് മതി. എന്നാ ഞാൻ പോയി കഴിക്കട്ടെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാം.
ഓക്കെ? ഓക്കെ. ശ്രേയയെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യങ്ങൾ എന്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഗംഗേ, പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഗംഗ സത്യം പറയണം. പറയോ? പറയാം. നകുലുമായുള്ള വിവാഹത്തിന് ഗംഗയ്ക്ക് താല്പര്യമില്ലേ? ഗംഗ മറുപടി പറഞ്ഞില്ലല്ലോ. സത്യം പറയാന്ന് എനിക്ക് വാക്ക് തന്നതാ. എന്റെ ഇഷ്ടങ്ങള് ഞാൻ നോക്കിയിട്ടില്ല. മുത്തശ്ശി പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? ഈ വിവാഹത്തിന് ഗംഗയ്ക്ക് ഇഷ്ടമില്ല എന്നാണോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. അത് ശരിയായിരിക്കും. പക്ഷെ ഒരു ജന്മം മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച് തീർക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. അത് ഒരുതരം സ്വയം ശിക്ഷിക്കലല്ലേ? ഗംഗയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരിക്കൽ പോലും ഈ മുഖത്ത് ഞാനൊരു പുഞ്ചിരി കണ്ടിട്ടില്ല. ഒരു സന്തോഷം മിന്നി മറയുന്നത് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്ക് ഗംഗ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രക്ഷിക്കാം ഗംഗയെ. ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ സഹായിക്കാം. എല്ലാം രാഹുലേട്ടന്റെ തോന്നല. എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി എല്ലാം തീരുമാനിച്ചപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറായി. ഗംഗയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് ഗംഗ തന്നെയാണ്, അല്ലാതെ മുത്തശ്ശിയല്ല. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് 2 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അത് ഗംഗ മറന്നു പോകരുത്. ഇല്ല, മുത്തശ്ശി പറയുന്നതും ചെയ്യുന്നതും എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഗംഗയുടെ ഇഷ്ടങ്ങൾ അറിയാൻ മുത്തശ്ശിയുടെ മനസ്സിന് പറ്റില്ല. ഗംഗയ്ക്ക് മുത്തശ്ശിയോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഗംഗയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുള്ളൂ. എന്റെ എല്ലാ ഇഷ്ടങ്ങളും മുത്തശ്ശി പറയുന്ന പോലെയാ. ഗംഗ, ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ട് ഗംഗ, അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. നീ എന്റെ കൈ തന്നെ വരും, അതെനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.